വിജയ്, ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി. പൊതുവേ ഞാൻ അങ്ങനെ പോവാറില്ല, പക്ഷേ ഇന്നലെ പോയപ്പോ ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് സാധനങ്ങളൊക്കെ വില കുറവാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ ഈ മാധ്യമങ്ങൾ ഇത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ സംഭവം എന്നൊക്കെ അറിയാം. ഒരുപാട് പേര് അതിൻ്റെ അകത്ത് വന്ന ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ ഇന്നലെ മുതലൊക്കെ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾക്ക് വിലക്കുറവും ഒക്കെ കാണാം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ ചിലർ ചൂഷണം ചെയ്യാൻ, ചില കച്ചവടക്കാരൊക്കെ ഇതൊക്കെ ചൂഷണം ചെയ്യാൻ സാധ്യതയില്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം പലതിൻ്റെയും വില പലർക്കും അറിയില്ല. എന്തിൻ്റെയൊക്കെയാണ് വില കുറഞ്ഞത്, എത്രയാണ് കുറഞ്ഞത് എന്നൊക്കെയൊന്നും പലർക്കും അറിയില്ല. GST ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താ ഏതൊക്കെ സാധനത്തിനാണ് വില കുറഞ്ഞത്, എത്രയാണ് കുറഞ്ഞത്, എന്താണ് അതിൻ്റെ ഒരു മൊത്തത്തിൽ നമുക്ക് നമ്മുടെ വീട്ടമ്മമാർ, കാരണം അവരാണല്ലോ പൊതുവെ, പുരുഷന്മാരും ഉണ്ട് എങ്കിലും കുറച്ചു കൂടുതൽ സ്ത്രീകളിലെ മധ്യവർഗം മനസ്സിൽ കണ്ടാണ്. അതെ, അതുപോലെ അതായത് എന്നെയും നിന്നെയും പോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി. അത് സെപ്റ്റംബർ 22 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആകെ വിലക്കുറവിന്റെ മഹോത്സവം എന്നുള്ള രീതിയിലാണ് മോദി ഇതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നമുക്കറിയാം ഒരു ഉത്സവ സീസണാണ്. നിരന്തരമായിട്ടുള്ള ഉത്സവങ്ങൾ, ഇങ്ങനെ നിരവധി ഉത്സവങ്ങൾ വരാറുണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ നവരാത്രി ആഘോഷം തുടങ്ങിയത്. കേരളത്തിൽ വലിയ ആഘോഷമൊന്നും അല്ലായിരിക്കും, പക്ഷെ കേരളത്തിന്റെ പുറത്ത് വലിയ ആഘോഷമാണ് നവരാത്രി എന്നൊക്കെ പറയുന്നത്. നമുക്ക് 2 ദിവസമേ അവധിയുള്ളൂ, പക്ഷെ മറ്റ് പുറത്തൊക്കെ ഉള്ള സ്കൂളുകളിലൊക്കെ 10 ദിവസമൊക്കെയാണ്. അതെ, നമുക്ക് 2 ദിവസമല്ലേ അതെ, അവർക്ക് 10 ദിവസമാണ് അവധി. നമുക്ക് ഓണത്തിന്റെ ഇതുപോലെയാണ് അവർക്ക് ഇവിടേക്ക്. അപ്പൊ അതുപോലെ ഓണം കഴിഞ്ഞു പോയി, അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത മാസം ദീപാവലി വരുന്നുണ്ട്, അപ്പൊ അത് ക്രിസ്മസ് വരുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം തന്നെ ഓഫറുകൾക്ക് പുറമെ ഈ വിലക്കുറവും കാണും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും. അപ്പൊ കച്ചവടം തകൃതിയായി നടക്കുന്നതിനും ആൾക്കാരുടെ വാങ്ങൽ ശേഷി കൂട്ടുന്നതിനും മാർക്കറ്റിൽ കൂടുതൽ പണം എത്തിക്കാനും പിന്നെ ആൾക്കാർക്ക് ഈ വിലക്കുറവിന്റെ ആനുകൂല്യം കിട്ടണമല്ലോ, അതിനൊക്കെ വേണ്ടിയാണ് ഈ GST സ്ലാബുകൾ കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ 2 സ്ലാബുകളാണ് കൊണ്ടുവന്നത്. ഒന്ന് 5% സ്ലാബ്, 2 18% സ്ലാബുകൾ. 2 സ്ലാബ് മാത്രമേ ഉള്ളൂ. നേരത്തെ പണ്ടങ്ങനെയല്ലായിരുന്നു, കുറെ സ്ലാബുകൾ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര ആശയക്കുഴപ്പത്തിന് കാരണമായി. ഇപ്പൊ 2 സ്ലാബ്, 5%, 18%. മൂന്നാമതൊരു സ്ലാബ് ഉണ്ട് 40%. അത് കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രമാണ് ഉള്ളത്, കുറച്ച് ഉൽപ്പന്നങ്ങൾ. അത് ഈ പാപ ഉൽപ്പന്നങ്ങൾ എന്ന് പറയും. അതായത് സിഗരറ്റ്, പിന്നെ അങ്ങനെയുള്ള, അതായത് നമുക്ക് ലഹരി പദാർത്ഥങ്ങൾ, മദ്യം ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലാതെയുള്ള ഈ ലോട്ടറി, ഈ മറ്റേ അതാണ് പാപ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായി? സിൻ ഗുഡ്സ് എന്ന് പറയും. അതിന്റെ പണം പാപമാണല്ലോ, അതുകൊണ്ട്. അപ്പൊ അതിൽ 5% മുതൽ 18% വരെയുള്ള 2 സ്ലാബ് മാത്രമാക്കി ഇപ്പോഴാണ് നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നത്. അതിൽ GST പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെ സാധനങ്ങൾക്കാണ് വില കുറയുന്നത് നമുക്ക് നോക്കാം. അതായത് 2017 ആദ്യം GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് ഇത് കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര ആശങ്കകളായിരുന്നു. കച്ചവടക്കാർക്കും സാധാരണക്കാർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നു. ശരിയായിട്ടുള്ള GST അല്ല എന്നൊക്കെയുള്ള ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആശങ്കകൾ മാറ്റിയതിനു ശേഷം അത് കുറച്ചൊന്ന് സ്റ്റെബിലൈസ് ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇൻകം ടാക്സ് കുറച്ചു. അതായത് 12 ലക്ഷം പ്ലസ് 75,000 വരെയുള്ള വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് ഇനി വരുമാന നികുതി കൊടുക്കേണ്ടി വരില്ല, 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക്. അപ്പോൾ അത് GSTയിലും ഇപ്പോൾ അതിനോടൊപ്പമാണ് ഇപ്പോൾ GSTയിലും വന്നിളവ് വന്നിരിക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് ലഭിക്കുന്ന നികുതി ലാഭം ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കും. നികുതി ലാഭം, അത്രയും നികുതി അടയ്ക്കുന്ന പൈസ എന്തിനുപയോഗിക്കും? വാങ്ങാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത് കോൺഗ്രസ് സർക്കാരുകൾ ആണ്ടുതോറും ജനങ്ങളിൽ നികുതി ഭാരം കൂട്ടിക്കൊണ്ടുവന്നിരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇത് വിശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് കടലക്കൊക്കെ ഭയങ്കര പൈസയായിരുന്നു. അതെ, അതല്ല ഇപ്പൊ നല്ല വിലയായിരുന്നു. നമ്മുടെ ഈ കടലക്കറിയൊക്കെ, ഈ കറുത്ത കളർ കടലയുണ്ടല്ലോ, അതിലെന്താ പറയുന്നത് എനിക്ക് അറിയില്ല, അതിനൊക്കെ ഭയങ്കര പൈസയായിരുന്നു. ഇപ്പൊ നല്ല കുറവുണ്ട് അതിനൊക്കെ. അതില് ഈ നികുതി ഭാരം കുറയ്ക്കുന്നതിനും അല്ലെ നമ്മൾ കൂടുതൽ പണം കയ്യിൽ നമുക്ക് വരുന്നതിനും ഇത് മാർക്കറ്റിലേക്ക് ഇറക്കാനുമാണല്ലോ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഈ GST ആപ്ലിക്കബിൾ അല്ലാത്ത, അതായത് GST ഇല്ലാത്ത പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അങ്ങനത്തെ പ്രോഡക്ട്സ് ഉണ്ട്. അതായത് സാധാരണ നേരത്തെ ഇപ്പൊ പറഞ്ഞ പാലിന് നേരത്തെ GST ഇല്ല. പിന്നെ അതിൽ അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക്, UHT മിൽക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ നേരത്തെ 5% ഉണ്ടായിരുന്നു, അതിപ്പോ 0 ആക്കിയിട്ടുണ്ട്. പിന്നെ പ്രീ പാക്കേജ്ഡ് ഐറ്റംസ്, അതായത് ചന്ന, പനീർ, അതിന് ഇല്ല, GST ഇല്ല. പനീറിന് അല്ല, അത് നമുക്ക് അതിലേക്ക് അവസാനം വരാം. അതിനാണ് ഇവിടെ വരുന്നത്. പിന്നെ
ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട, പറാത്ത എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ അത് ടാക്സ് ഫ്രീ ആക്കിയിട്ടുണ്ട്. അതായത് അതില്ല, GST ഇല്ല. ഇല്ല ഓക്കെ പിന്നെ 36 ജീവൻ രക്ഷാ മരുന്നുകളുണ്ട്. ആ. അതിൽ ക്യാൻസർ പോലുള്ള ഇതും പിന്നെ ഈ ആജീവനാന്തമുള്ള അസുഖങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഉള്ള മരുന്നുകൾ ഈ 36 ഇതിലുണ്ട്. ആ 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് GST ഇല്ല. അത് വലിയ നേട്ടമായിരിക്കും. ക്യാൻസർ രോഗികൾക്കൊക്കെ അതെ, സന്തോഷ വാർത്തയല്ലേ തീർച്ചയായിട്ടും. അത്. അത് നേരത്തെ 33% മരുന്നുകൾക്ക് 12% ടാക്സ്. അതിലുള്ള 3 മരുന്നുകൾക്ക് 5%. ഇത് രണ്ടും വെട്ടിക്കുറച്ച് 0 ആക്കിയിട്ടുണ്ട്. ഒരു വമ്പൻ സമ്മാനം തന്നെ, വമ്പൻ ഓഫർ സമ്മാനം അല്ലേ? തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇവിടെ ശ്രദ്ധിക്കുക, സാധാരണക്കാർക്ക് എന്തൊക്കെയാണോ അതിന്റെ പ്രീമിയത്തിന് GST ഇല്ല. ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് അതിന്റെ പ്രീമിയത്തിന് GST ഒഴിവാക്കി. അപ്പോൾ അത് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ഒരുപാട് പേരെ പ്രേരിപ്പിക്കും. അങ്ങനെ പിന്നെ 5% ടാക്സുകൾ അതുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, മറ്റു ചില ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽ ബേസിക്കലി നിത്യോപയോഗ ഉൽപ്പന്നങ്ങളുണ്ട്. അതിനാണ് ഈ 5% ടാക്സ്. എണ്ണ, തലയിൽ തേക്കുന്ന എണ്ണ, സോപ്പ്, ഷാമ്പു, ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ടേബിൾ ക്ലോത്ത്, കിച്ചൺ വെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. പിന്നെ ബേക്കറിയിൽ നമ്മൾ കിട്ടുന്ന പാക്കേജ് ഐറ്റംസ് ഉണ്ട്. കോഫി, പിന്നെ എന്താണ് ഈ പാക്കേജ് മീറ്റ് ഉണ്ടല്ലോ, പാക്കറ്റിലുള്ള തണുത്ത മീറ്റ്, അത് നമ്മൾ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. കോൺഫ്ലേക്സ്, ബട്ടർ, ഗീ, ഇൻസ്റ്റന്റ് നൂഡിൽസ്, ഇതിനൊക്കെയാണ് 5%. പിന്നെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അതായത് കൃഷി ഉൽപ്പന്നങ്ങൾക്കും ഈ ഗാർഡൻ, ഉദ്യാനം, ലോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൃഷ്ടിക്കുന്ന, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട്, മെഷീനറി. അതിന് ഈ സ്പ്രിംഗ്ലർ, ഇറിഗേഷനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട്. അതിനെല്ലാം തന്നെ 5% ആക്കി. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണത്. പിന്നെ ലെതർ ഉൽപ്പന്നങ്ങൾക്ക്, പിന്നെ ഹാൻഡിക്രാഫ്റ്റ്, അതിന് കൈത്തറി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ 5%. പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്, മെഡിക്കൽ ഉപകരണങ്ങൾക്ക് 5%. മെഡിക്കൽ ഉപകരണം, അതായത് വിദ്യാർത്ഥികൾക്ക് സ്റ്റെതസ്കോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എല്ലാ BP അപ്പാരറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ 5% ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ബ്യൂട്ടി ആൻഡ് ഫിസിക്കൽ വെൽബീങ്, അതായത് നമുക്ക് ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ, ജിമ്മ്, യോഗ സെന്റർ, ഇവിടെയൊക്കെ 5% ടാക്സ് ആക്കി കുറച്ചു. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ നമ്മൾ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ള പ്രത്യേകം എടുത്ത് നോക്കണം. നമ്മുടെ ആരോഗ്യം, ജീവിത നിലവാരം, ഇതെല്ലാം ഉയരണം മധ്യവർഗത്തിൽ. അതാണ് മോദിയുടെ വിഷൻ. അതായത് ഒരു രാത്രി 7,500 വരെയുള്ള ഹോട്ടൽ അക്കോമഡേഷൻ ഉണ്ട്. അവിടെയും 5% ആക്കി ടാക്സ് കുറച്ചു. 7,500 എന്ന് പറയുമ്പോൾ നല്ലൊരു പരിധി തന്നെയുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള മുറികൾക്കൊക്കെ 2,000-3,000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ 7,500 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലക്ഷറി ഉള്ള മുറികൾക്ക് വരെ 5% ടാക്സ് ആക്കി. അപ്പോൾ അതിന്റെ യാത്രയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ പല സ്ഥലത്തും നമുക്ക് ട്രാവൽ, കുടുംബത്തോടെ പോകാനും അത്തരത്തിൽ വിനോദയാത്രയ്ക്ക് പോകാൻ വേണ്ടി. ഇനിയിപ്പോൾ നമുക്ക് 18% ടാക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മൾ സ്ഥിരമായി വാങ്ങിക്കുന്ന ഉപകരണങ്ങളല്ല, അതായത് ഒരിക്കൽ മാത്രം വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ ഒരു ലോങ് ടേമിന് വാങ്ങിക്കുന്ന ഉപകരണങ്ങളുണ്ട്. അതായത് TV, AC, കാറ്, ബൈക്ക്. ഇതിന് മുമ്പ് 28% ഇപ്പോൾ 18% കുറയ്ക്കും. അതായത് വാഷിംഗ് മെഷീന്, 350 cc വരെയുള്ള മോട്ടോർ ബൈക്കുകൾ, അതായത് ബുള്ളറ്റ് വരെയുള്ള ബൈക്കുകൾ, അതാണ്. പിന്നെ ചെറിയ കാറുകളുണ്ട്, അത് അത്യാവശ്യം കാറുകൾക്കൊക്കെ ഈ 18% ഉള്ള കാർ. പിന്നെ സിമെന്റിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ, വീട് പണിക്ക് നല്ല രീതിയിൽ വില കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബസ്, ട്രക്ക്, ആംബുലൻസ്, പിന്നെ വണ്ടികളുടെ സ്പെയർ പാർട്സ്, ഓട്ടോറിക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ താരതമ്യേന വലിയ സ്ലാബ് എന്ന് പറയുന്നത് 18%. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനത്തിനല്ല 18%. എല്ലാം ഒരിക്കൽ മാത്രം, അല്ലെങ്കിൽ കുറേ നാളത്ത് കഴിഞ്ഞ് ഒരിക്കൽ വാങ്ങിച്ചാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വാങ്ങിക്കുന്ന സാധനങ്ങൾക്കാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത്. ഇപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം തന്നെ 0% അല്ലെങ്കിൽ 5% ഉള്ളൂ. അതാണ് നമ്മളിവിടെ ഏറ്റവും കാണേണ്ട. പല വീടുകളിലും നമുക്കറിയാം, ഈ ചെലവിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മരുന്നാണ്. അപ്പോൾ അതിന് രണ്ടും 5%, 0% കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പം മരുന്നുകൾക്ക്, പിന്നെ ഈ സാധാരണ മരുന്നുകൾക്ക്, ജീവൻ രക്ഷാ മരുന്നുകളുടെ മാത്രമല്ല, സാധാരണ മരുന്നുകൾക്ക് 5% ആക്കി. 12%-ൽ നിന്ന് 5%-ലേക്കുണ്ടാവും. അപ്പോൾ ഇത് സർജിക്കൽ, മെഡിക്കൽ, ഡെന്റൽ, വെറ്റിനറി ഉപകരണങ്ങളുണ്ട്, അതിന് കുറച്ചു. പിന്നെ ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ, ഇതിന് 5% ആക്കി. ഗ്ലൂക്കോമീറ്റർ എന്നൊരു സാധനമുണ്ട്, ഷുഗർ അളക്കുന്ന, അതിന് 5%, കാരണം മെഡിക്കൽ ഉപകരണമാണല്ലോ. പിന്നെ ഫെർട്ടിലൈസർ, കൃഷിക്കാർക്കുള്ള ഫെർട്ടിലൈസർ ഉണ്ടല്ലോ, അത് 5% ആക്കി കുറച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ആൾക്കാർക്ക് പൊതുവെ ഇതുകൊണ്ടുള്ള പൊതുവെയുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ 0% മുതൽ 5% ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സാധാരണക്കാരൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. 0%, 5% ടാക്സ് ആക്കി സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളെല്ലാം സാധാരണക്കാരന് ആവശ്യമുള്ളതാണ്. അതിൽ ഭക്ഷണമുണ്ട്, ഹൈജീനിന്റെ കാര്യങ്ങളുണ്ട്, വീട്ടുപകരണങ്ങളുണ്ട്, ഈ പറയുന്ന സാധനങ്ങളെല്ലാം വരുന്നുണ്ട്.
പിന്നെ ഇത് അപ്പോൾ ഇത് അവന് ഫാമിലി ബഡ്ജറ്റ് അവന് കൃത്യമായിട്ട് ഫാമിലി ബഡ്ജറ്റിന് കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് മിച്ചം പണം വരും. മിച്ചം പണം വരുമ്പോൾ അതായത് നേരത്തെ GST കൊടുത്തുകൊണ്ടിരുന്ന പണം മിച്ചം പണം വരും. ആ മിച്ചം പണം വരുമ്പോൾ എന്ത് ചെയ്യും, അത് കൂടുതൽ ചിലവാക്കാം തോന്നും. അപ്പോൾ കൂടുതൽ ചിലവാക്കുമ്പോൾ എന്ത് പറ്റും, കൂടുതൽ അതായത് ഡിമാൻഡ് സപ്ലൈ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പൈസ കൂടുതൽ കൊടുക്കുമ്പോൾ വീണ്ടും മാർക്കറ്റിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വരും. ഇതിങ്ങനെ ഒരു സൈക്കിളായി പ്രവർത്തിക്കും. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ മധ്യവർഗത്തിലുള്ള ആൾക്കാരുടെ ജീവിത നിലവാരം ഉയരും. മനസ്സിലായോ? നല്ല നല്ല നമുക്ക് വാങ്ങണമെന്ന് തോന്നുന്ന പല പല കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്. അത്തരത്തിൽ ഇത് വരും. അപ്പോൾ ഈ വാങ്ങൽ ശേഷി കൂട്ടുക, അതിനോടൊപ്പം തന്നെ മധ്യവർഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുക. ഇതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസിന്റെ പ്രീമിയം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇൻഷുറൻസിന്റെ പ്രീമിയത്തിന് GST ഇല്ല. ആരോഗ്യത്തിന്റെ മിക്ക കാര്യങ്ങൾക്കും GST ഇല്ല. പ്രായമായിട്ടുള്ള പാരൻസ് ഒക്കെ നമുക്കുണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടി ആരോഗ്യ മരുന്നുകളും ഈ പറഞ്ഞ അഡൾട്ട് ഡൈപ്പറും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ GST ഇല്ല. പിന്നെ ജിമ്മ്, യോഗ അതിനൊക്കെ 5% ഉള്ളൂ. അതായത് നിങ്ങൾ പോയി വ്യായാമം അങ്ങനെ നിങ്ങൾ ആരോഗ്യം നോക്കൂ എന്നാണ് പറയുന്നത്. മധ്യവർഗത്തിന് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ കൺസെപ്ഷൻ, അതായത് ഈ നമ്മുടെ ഈ വാങ്ങൽ ശേഷി കൂട്ടുക, ഉപഭോക്താക്കളെ കൂട്ടുക, അതിനോടൊപ്പം തന്നെ കച്ചവടക്കാർക്കും ലാഭം ഉണ്ടാക്കുക. അപ്പൊ ചലനാത്മകമായിട്ടുള്ളൊരു സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാവും. ചത്ത എക്കോണമി അല്ല. അപ്പൊ അതിനോട് ട്രംപിനുള്ളൊരു മറുപടിയും കൂടെ ഉണ്ട് ഇതിനകത്ത്. നിന്റെ ഒന്നും ഇത് മാർക്കറ്റ് വേണ്ട, ഇവിടെ ഉള്ളവന്മാരെ കൊണ്ട് ഞാൻ കാണിപ്പിച്ചു തരാം എന്നുള്ളതാണ് അത് പറയുന്നത്. ഇനി ചേച്ചി ചോദിച്ച ആദ്യ ചോദ്യം, ചൂഷണം. 18% മുതൽ 5%, 18% പ്രോഡക്ട്സിന് 5% ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ചൂഷണം ഉണ്ടാവാറുണ്ട്. കാരണം ചില നല്ല മിടുക്കന്മാരുണ്ട്, അവന്മാരെന്ത് ചെയ്യും, കോസ്റ്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ടാക്സിന്റെ ഇളവ് അവന്മാർ കിട്ടുകയും ചെയ്യും, കോസ്റ്റ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെയുള്ള അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാൻ വേണ്ടി മാർക്കറ്റ് മോണിറ്ററിംഗ് ഉണ്ടാകുമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കിട്ടിക്കഴിഞ്ഞാൽ അതിശക്തമായ നിയമ നടപടികളായി ഇവനൊക്കെ ആയുസിൽ കച്ചവടം നടത്താൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തത്, നേരത്തെ തന്നെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട്, അത് ചോദിച്ചില്ലേ, ഈ നേരത്തെ തന്നെ പണം അടിച്ചുമാർ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് 5-6 മാസത്തേക്ക് ഇതങ്ങ് വിൽക്കാം. അപ്പൊ അതുകൊണ്ട് 5-6 മാസം കഴിഞ്ഞിട്ട് ഈ പുതിയ വിലക്ക് വിറ്റ, അപ്പോൾ പലരും പറയുന്നുണ്ട് 5-6 മാസം എടുക്കും ഇത് വരാനായിട്ട് ഈ വില. അങ്ങനെയല്ല, സെപ്റ്റംബർ 22 മുതൽ തന്നെ നമുക്കിത് ആനുകൂല്യം കിട്ടണമെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അതിന് നേരത്തെ തന്നെ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ കച്ചവടക്കാർക്ക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, മാനുഫാക്ചേഴ്സിന് എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിരുന്നു. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, എടുക്കേണ്ട നടപടികളെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു. അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അവർ അതായത് ഇപ്പോൾ ഒരിടത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്, പഴയ സ്റ്റോക്ക് ആണെങ്കിൽ അതിന്റെ പുറത്തുകൂടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പുതിയ വില. അതായത് വാങ്ങിക്കുന്ന കസ്റ്റമറിന് തോന്നണം ഈ വില കുറച്ച സാധനമാണ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒട്ടിച്ച് വേണം കൊടുക്കാനെന്ന് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങാനും തെറ്റിച്ചു കഴിഞ്ഞാൽ ആയുസിൽ കച്ചവടം നടത്താൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഫ്രോഡ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. കസ്റ്റമറിന്റെ കംപ്ലൈന്റുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള കോടതികളും മറ്റ് ഇത് അവിടെ ഉണ്ടല്ലോ, കൺസ്യൂമേഴ്സിന്റെ അവിടെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ബാക്കി സർക്കാർ നോക്കിക്കോളും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കിത് ഇടയ്ക്ക് ഇങ്ങനെ നുള്ളി നോക്കേണ്ട ഒരു അവസ്ഥ വരുന്നൊരു കാര്യമാണ്.